എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിത്തിനിയായാലും ട്രെയിലർ നോക്കിയാൽ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പോലീസ് കഥാപാത്രം വരുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഡിഫറൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ആ കഥാപാത്രം ചെയ്യുന്ന സമയത്ത്. എങ്ങനെയുണ്ട് വിജയൻ സാറിന് ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് കഥാപാത്രം ഫസ്റ്റ് ഇങ്ങനെ മൈൻഡിലേക്ക് വന്ന സമയത്ത് എന്തായിരുന്നു സാറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒരു വേറൊരു ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന കുറച്ച് സിനിമകളിൽ നിന്നുള്ള വ്യത്യാസം ഫീൽ ചെയ്ത് മറ്റേ മൂവികളിൽ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ശൈലികളിൽ സിറ്റുവേഷനിൽ നമുക്കൊരു ഡയലോഗ്സോ അല്ലെങ്കിൽ നമ്മളുടെ ആ സിറ്റുവേഷനിൽ ചിന്തിക്കുന്ന കുറച്ച് ഇൻപുട്സ് അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു പോകും. പക്ഷെ സാർ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കാര്യം അദ്ദേഹം ഇരുന്ന് എഴുതിയ ക്യാരക്ടറിന് സംസാര ശൈലി അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കിന് പുള്ളിയുടെ ഉള്ളിലൊരു ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അറിയാതെ നമ്മൾ ഉള്ളിൽ നിന്ന് വന്നു പോകും. അപ്പൊ അറിയാതെ വന്നു പോകുമ്പോഴെല്ലാം സാർ കറക്റ്റ് ചെയ്യും. അല്ലെ ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഇന്ന അർത്ഥത്തിൽ ഇന്നതിന് വേണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തത് കായംകുളം കൊച്ചുണ്ടെങ്കിൽ വർക്ക് ചെയ്ത സമയം അതിനും ഇതേപോലെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന വ്യക്തികളുടെ എഗ്രിമെന്റ് ഉണ്ട് വിത്ത് ഡയറക്ടർ മാറ്റാൻ പാടില്ലെന്ന്. അപ്പൊ അത് സിംഗ് സൗണ്ട് കൂടിയായിരുന്നു. അപ്പൊ രണ്ടാമത് ഞാൻ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ഡയലോഗ്സ് റൈറ്റ് ചെയ്തേക്കുന്ന ആള് പറഞ്ഞത് ഒരു നിമിഷം ഒരു കാര്യങ്ങൾ മാറ്റാൻ പാടുന്നത്. പക്ഷെ അത് ആ ക്യാരക്ടർ അത് പറയുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. സത്യമാണ്. കാര്യം അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത് അദ്ദേഹം കണ്ടേക്കുന്ന ഒരു ക്യാരക്ടറിന് എഡ്ജസ് അദ്ദേഹത്തിന് അറിയുള്ളൂ. പക്ഷെ അപ്പൊ ആദ്യം അത് കോപ്പി ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. അപ്പൊ അത് പക്ഷെ പതിയെ പതിയെ അതിലോട്ടാകാൻ പറ്റിയിരുന്നു. ആ വ്യത്യാസം തോന്നിയതും എനിക്ക് തോന്നുന്നു സാറ് ബിൽഡ് ചെയ്ത ഒരു ഡിഫറൻസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞു ഒരു പേടിയില്ലാത്ത മനുഷ്യൻ ഒരു കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വരുമെന്നോ അല്ലെങ്കിൽ ഭൂമി രണ്ടായിട്ട് പിളർന്നു വരുമെന്നോ പറഞ്ഞാൽ ഒരു പേടിയില്ല. സാറിന് ശരിക്കും യങ് ജനറേഷൻസിന് പല ആൾക്കാർക്കും ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഒരു പേടിയില്ല. ചെറിയ വീഴ്ചയൊന്നുമല്ലായിരുന്നു. അതായത് അത്യാവശ്യം ഒരു സർജറി ചെയ്യേണ്ട വന്നു. ആ സർജറി ചെയ്തിട്ട് പോലും അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾക്ക് ടെൻഷൻ. കാരണം ചിത്തിനി സാറിന്റെ ഡ്രീമാണ്. അത് സാറിന് റിലീസിന്റെ സമയത്ത് സാർ ഇല്ലെങ്കിൽ അത് ഒരിക്കലും കംപ്ലീറ്റ് ആകും. സാറിന്റെ സമയത്ത് സാറിന് അത് ഫുൾ സ്വിംഗ് ആയിട്ട് നിന്ന് തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഡ്രീമാണ്. അപ്പൊ അതിന്റെ കൂടെ ഇനിയിപ്പോ ആര് സിനിമ ഇറക്കിയാലും അത് വിജയിക്കോ തോക്കോ എന്ന് പേടില്ലാത്തവനെ പിന്നെ എന്ത് പറഞ്ഞ് പേടിപ്പിക്കും? ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാനില്ല. അപ്പൊ അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല. നമ്മൾ പറയുന്ന സമയം കൂടെ മറ്റേ പടം ഈ പടം എന്ന് പറയുമ്പോൾ പൈസ മുടക്കി പിടിച്ചേക്കുന്ന സ്വപ്നം കാണാൻ കണ്ടു വന്നേക്കുന്നവന് പേടിയില്ല. പിന്നെ നമ്മൾക്ക് ഇരട്ടി പവറുണ്ട്. ലെറ്റ്സ് ഡു ഇറ്റ് പേഴ്സണൽ ആയിട്ട്. കാര്യം അത് ഒരു എക്സാമ്പിൾ ആണ്. അമിത് സർ ഇവിടെ ആയി മാം